പ്രിയപ്പെട്ട സ്നേഹിതരെ, ചന്ദ്രപക്ഷം ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം, പുതുവത്സര ആശംസകൾ. കുറച്ച് നാളായി മുടങ്ങിക്കിടന്നിരുന്ന ചന്ദ്രപക്ഷം ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരുടെയും ഒരു ആഗ്രഹപ്രകാരം പുനരാരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. പലരും ഇത് കേൾക്കണം, തുടരണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ വഴി അത് സംപ്രേഷണം ചെയ്യാം എന്ന് വിചാരിച്ചെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഫലപ്രദം ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കും എന്നുള്ള അഭിപ്രായവും സ്വീകരിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഇത് പുനരാരംഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ഒരു സംപ്രേഷണം ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം ഒരു മായയാണ്, ഭഗവാന്റെ ലീലയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? നമ്മൾ കളിയിൽ കളി ചേർക്കുന്നവരാണ്. അതായത് ഭഗവാന്റെ ഈ മഹാകളിക്കിടയിൽ നമ്മൾ നമ്മുടേതായ ചെറിയ കളികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്നാണ് സ്നേക്ക് ആൻഡ് ലാഡർ, അല്ലെങ്കിൽ പാമ്പും കോണിയും എന്ന് നമ്മൾ പറയുന്നത്. അതിനുള്ള ബോർഡിൽ കട്ടകൾ ഇട്ട് കളിക്കുമ്പോൾ ഗോവണിയിരിക്കുന്ന കളത്തിലെത്തിയാൽ മേലോട്ട് കയറാം. ചിലപ്പോൾ ഏതാനും കളങ്ങൾ, മറ്റ് ചിലപ്പോൾ വലിയ കയറ്റങ്ങളാവാം. ഒടുവിൽ പാമ്പിൻ്റെ വായിൽപ്പെട്ടാൽ കയറിയത് മുഴുവൻ പാഴ്. തിരികെ പാമ്പിൻ്റെ വാലിരിക്കുന്ന താഴെ തട്ടിലേക്ക് എത്തണം. ഇതൊക്കെ പടമാണ്. കാര്യങ്ങളെല്ലാം ഈ തലത്തിൽ നിൽക്കുമ്പോൾ സാങ്കല്പികം, നമുക്ക് കളിയും. ആത്മീയ ലോകത്ത് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും സമതുലിതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവിടെ പ്രവൃത്തികളില്ല, മാറ്റങ്ങളില്ല, ചലനങ്ങളില്ല, നിതാന്ത ശാന്തത മാത്രം. അതിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് ഭഗവാൻ സ്വയം തെരഞ്ഞെടുത്തതാണോ ഈ പ്രപഞ്ച ലീല? എങ്കിൽ അവിടുത്തെ പാമ്പും കോണിയും കളി നമുക്ക് യഥാർത്ഥ അനുഭവവും. കാരണം നമ്മളതിലെ കരുക്കളാണ്, കട്ടകളാണ്. കളി നിയന്ത്രിക്കുന്നവരല്ല, കളിക്ക് വിധേയരാണ്. ചിലപ്പോഴുള്ള കോണിയാണ് വളർച്ച, പുരോഗതി, സൗഭാഗ്യം, നമുക്ക് ലഭിക്കുന്ന നന്മയെല്ലാം. നഷ്ടങ്ങൾ, വീഴ്ചകൾ, രോഗം, പ്രകൃതിക്ഷോഭം, അപകടങ്ങൾ, അങ്ങനെ നമുക്ക് വന്നു ഭവിക്കുന്ന എല്ലാ പിന്നോട്ടടികളും പാമ്പിൻ്റെ വായിൽ അകപ്പെടലാണ്. ഭഗവാന്റെ ഈ കളിക്കളത്തിൽ പാമ്പും കോണിയും മാത്രമല്ല ഉള്ളത്. ലോട്ടറി ടിക്കറ്റുണ്ട്, ബിസിനസ് ഉണ്ട്, രാഷ്ട്രീയ അധികാരമുണ്ട്, കോണിക്ക് സമാനമായ അനവധി ഉപാധികളുണ്ട്. പാമ്പിന് തുല്യമായി കത്തി, വടിവാൾ, ബോംബ്, യുദ്ധം, അപകടങ്ങൾ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, മോഷണം, അങ്ങനെ എണ്ണമറ്റ തരത്തിലുള്ള തിരിച്ചടികൾ തയ്യാറാക്കി വച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞാൽ ഈ കരുക്കളായ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പാമ്പും കോണി കളിയുടെ കരുക്കൾ പെട്ടിയിൽ സൂക്ഷിക്കുന്നത് പോലെ ചെന്നെത്തുന്നു. കളി മാറും, കളിക്കാർ മാറും. കരുക്കൾ ഒന്ന് തന്നെ, നമ്മൾ ഈ രൂപവും ഭാവവും മാറും. അതാണ് മരണം, ജനനം, ചാക്രികം, ഈ പ്രപഞ്ചം. കളി തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അറിവോടെ, തിരിച്ചറിവോടെ കളിയിൽ പങ്കെടുക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയം നേടാൻ കഴിയുക. അല്ലെങ്കിൽ പരാജയം സംഭവിക്കാതെയെങ്കിലും ഇരിക്കുക. ഹരി ഓം.